ഒരു എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ ലഞ്ചാണ്. ഒരു 90s പാലക്കാട് ഏറ്റവും ഫേമസ് ആയൊരു വിഭവമാണ് ഇത്, കൊത്തു പൊറോട്ട പറഞ്ഞിട്ട്. വിഭവം എന്നല്ല പറയുക, അതൊരു ടിഫിനാണ് ആക്ച്വലി. ഉച്ചയ്ക്കും കഴിക്കാം, രാത്രിയും കഴിക്കാം. പക്ഷെ ഞങ്ങൾക്കൊന്നും പൊറോട്ട എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയാണ് ചെയ്തത്. അപ്പോൾ ഏട്ടന് ഓഫീസിൽ നോൺ വെജ് കൊണ്ടുപോകാത്തതുകൊണ്ട് പനീർ പനീരിലാണ് ചെയ്യുന്നത്. പനീർ ഞാൻ ഉണ്ടാക്കിയ പനീർ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ചെടുത്തിട്ടാണ് ഏട്ടന് ഉണ്ടാക്കിയിട്ട് വെച്ചത്. തലേ ദിവസം തന്നെ ഞാൻ കണ്ടെയ്നറിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ഇത് ഉള്ള സാധനങ്ങളൊക്കെ ആക്കി വയ്ക്കും. കുറച്ച് പീസ് കോണ്, പിന്നെ ചെറിയ ടൊമാറ്റോ, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ വെളുത്തുള്ളി, അതൊക്കെ അങ്ങനെ കുറച്ച് വലിയ പ്രോസസ്സാണ്. ഇപ്പോൾ രാവിലെ ചപ്പാത്തി പരത്തണം, ഇത് ഉണ്ടാക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ ആക്കി വെച്ചാൽ ചപ്പാത്തൊക്കെ ഉണ്ടല്ലോ, കഴുകിയെല്ലാം ഉച്ച വരെ ഈ കണ്ടെയ്നറിനകത്ത് വെച്ചു. അന്നത് ഭയങ്കര ഫേമസാണ് കൊത്തു പൊറോട്ട എന്നുള്ളത്. എത്ര നന്നായിട്ടാണ് എല്ലാവരും അത് വാങ്ങുമായിരുന്നു അന്ന്. അപ്പം നല്ല എന്താ പറയുക, സ്പൈസി ആയിരിക്കും അത്. അപ്പം അത് വെജാണ് അധികവും. പിന്നെ എഗ്ഗ് ഉണ്ടാക്കിയിട്ടും ചെയ്യുന്നത് കാണാം. അപ്പം ഞാൻ ഒരു ചേഞ്ച് മാറ്റി നോക്കിയതാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിലിടാമല്ലോ. അപ്പോൾ ഏട്ടന് പനീരിട്ടു, ഞാൻ ചിക്കൻ ഇട്ടു. പിന്നെ നമുക്ക് സോയാ ചങ്ക്സ് ഉപയോഗിക്കാം, പൊട്ടറ്റോ ഉപയോഗിക്കാം. എന്തെല്ലാം നമുക്കിഷ്ടമുള്ള വെജെല്ലാം കൂട്ടിയിട്ട് മെയിനായിട്ട് അതിൽ പൊറോട്ടയാണ് ശരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചപ്പാത്തി ആക്കിയത് മാത്രം. രണ്ടിനും രണ്ട് ടേസ്റ്റാണല്ലോ. പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ സ്ഥിരമാക്കി ഇപ്പോൾ മല്ലിയിലയുടെ തണ്ടും ഇടാൻ തുടങ്ങി എല്ലാറ്റിലും. കാരണം അത് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റും എല്ലാറ്റിനും. അതെ, പ്രത്യേകിച്ച് സാമ്പാറിന് അതിൻ്റെ ആ തണ്ടിട്ടിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ അതിട്ടിട്ട് വേവിച്ചാൽ നല്ല ഒരു ഫ്ലേവറാണ് അതിന്. പിന്നെ ടോഗോനാണെങ്കിൽ ആ പൊടിയരി ഉണ്ടല്ലോ, മട്ട പൊടിയരി, അത് കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്തതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അവൻ കുറച്ച് നേരമായി ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കണം ഫുഡിന്. അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ചെയ്യാം, എനിക്കല്ലേ വേണ്ടു. ഞാനാണെങ്കിൽ പിന്നെ ഏട്ടൻ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് 2 ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി പരത്തി ചുടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു കടായാണ്, ISI മാർക്കൊക്കെ ഉള്ളത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനൊരു ലിഡും ഉണ്ട്, ഒരു സ്പാറ്റിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം കളർ, ബട്ടർ ക്രീം കളറാണ്, അതെനിക്കിഷ്ടമായി. അപ്പോൾ കുറേ 2-3 സാധനങ്ങളൊക്കെ എൻ്റെ ഈ ഒരു കളറാണ്. അപ്പോൾ എനിക്കത് മാച്ചായിട്ട് തോന്നിയപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിലായിക്കോട്ടെ ഇന്നത്തെ ഉദ്ഘാടനം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷ് തന്നെ പുതിയ കടായിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും താങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സോസ് പാനും ഇതേ കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാച്ച് ആവാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് 2-3 ആവശ്യത്തിന് നമുക്ക് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യിലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യിലിട്ടിട്ട് പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ടത്. അത് നല്ലോണം ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ യൂഷ്വലായിട്ടുള്ള എല്ലാ മസാലകളും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിൽ ചിക്കൻ മസാല. ഞാൻ ഇവിടെ ഗരം മസാല ഞാൻ തന്നെ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ഗരം മസാല അത് തന്നെയാണ് ഇട്ടത്. പിന്നെ പീസും കോണും, പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം, ബീൻസ് ഇടാം. അപ്പം പനീരും കൂടി ഇട്ടാൽ അത് വെജ് കൊത്തു പൊറോട്ടയാവും. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ആയതുകൊണ്ട് ഇത്രേ ഇട്ടുള്ളൂ, ബാക്കിയുള്ളത്. അപ്പോൾ ചിക്കനിൻ്റെ ഈ സോസ് പാനിൽ ഞാൻ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തു. ആ വേവിച്ചെടുത്ത ചിക്കൻ നല്ല പോലെ എന്താ പറയുക, വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോസ് പാനിൽ ഇതിട്ട് വെച്ചപ്പോൾ അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ
പിച്ചി പിച്ചി ഇങ്ങനെ ഇട്ടു. അതെല്ലാം നല്ലോണം ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ആ ചോപ്പറിലിട്ട് ഒന്നും അങ്ങോട്ട് തിരിച്ചാൽ കുറച്ച് നല്ലോണം ഫൈനായിട്ട് കിട്ടും. അപ്പം എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഞാനൊരാൾക്ക് ധാരാളം. ഇപ്പം ഞാൻ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ആവശ്യത്തിന് ഉപ്പും പിച്ചി പിച്ചി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ, കാരണം നല്ലോണം സോഫ്റ്റ് അല്ലേ അത്, പ്രത്യേകിച്ച് ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, പ്രോട്ടീൻ ഇതല്ലേ കൂടുതലുള്ളത്. അപ്പോൾ എപ്പോഴും അധികം ചിക്കൻ ബ്രസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഇത് ഡ്രം സ്റ്റിക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് സോയാ സോസ്, പിന്നെ ടൊമാറ്റോ സോസ് അതും കൂടി ഇട്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇട്ട് ഒന്ന് ഇതാക്കി, അപ്പോൾ എല്ലാ മസാലകളും എല്ലാറ്റിലും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് അതങ്ങനെ വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സ്ഥിരം പരിപാടികളാണ് ക്ലീൻ ചെയ്യുന്ന പരിപാടി. എല്ലാ ഗ്ലാസ് ഇത് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി തുടച്ച് അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചു. ഈ ഒരു ഐറ്റം അന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫേവറേറ്റാണ് എല്ലാവരുടെയും. നല്ല സ്പൈസി ആയിരിക്കും, പക്ഷേ പൊറോട്ടയാണെന്ന് മാത്രം. എനിക്കിപ്പോൾ അറിയില്ല, എന്താ അറിയില്ല, പൊറോട്ടയോട് താല്പര്യമില്ല. അന്ന് അതിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അന്ന് കുറേ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ അന്ന് അത്ര കഴിച്ചിട്ടില്ല. നല്ല സ്പൈസി ആയിരിക്കും ഇങ്ങനെ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നല്ല ചൂടോടെ ഒരു കോഫിയും കൂടി കുടിച്ചാൽ എന്തൊരു ടേസ്റ്റായിരിക്കും. ഭയങ്കര കോമ്പിനേഷൻ, എനിക്കിഷ്ടമാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ നല്ലൊരു കോഫി, അടിപൊളി. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സ്പെഷ്യൽ ലഞ്ച്? ലഞ്ചായിട്ടും ഉപയോഗിക്കാം, നൈറ്റ് ഡിന്നറായിട്ടും ഉപയോഗിക്കാം. അത് നമുക്കിഷ്ടമുള്ള എന്താണ് അതിലിടേണ്ടത് അതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാം. അതാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി. അപ്പം അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ ലഞ്ച് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കഴിച്ചവർ കഴിക്കാത്തവർ. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസൊക്കെ കുറവാണ്, അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഞാനും ടോഗും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ സല്ലപിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു. അടുത്ത പുതിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ.